നിഷ്കളങ്കമായ ഈ ചിരി കണ്ടല്ലോ. കണ്ണൂർ കൂത്തുപറമ്പിലെ അഭയകേന്ദ്രത്തിൽ വെച്ചാണ് ഞങ്ങൾ ചോട്ടുവിനെ കണ്ടത്. യഥാർത്ഥ പേര് പക്ഷേ ഇതല്ല, അത് മറന്നുപോയി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 കണ്ണൂരിലെ മാനന്തേരിയിൽ വെച്ചാണ് ചോട്ടു ആൾക്കൂട്ടാക്രമണത്തിനിരയായത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയ ഇയാൾ ഈ തെറ്റിദ്ധാരണയിലാണ് ആൾക്കൂട്ടം ആക്രമിച്ചത്. ചോട്ടു പറഞ്ഞതൊന്നും മർദ്ദിച്ചവർക്ക് മനസ്സിലായില്ല. ഇയാൾ പറഞ്ഞ പ്രാദേശിക ഹിന്ദി വാക്കുകൾ തർജിമ ചെയ്ത പ്രദേശവാസിയാകട്ടെ ആൾക്കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഒറ്റ കുഞ്ഞിനെ എനിക്ക് കിട്ടിയിട്ടില്ല പോലും, ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല പോലും. അതിന് 4 ലക്ഷം രൂപ ഒരു കുഞ്ഞിനെ പിടിച്ചെടുത്ത എനിക്ക് കിട്ടുന്നത്. കലിയടങ്ങാത്ത ജനക്കൂട്ടം തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. ഒടുവിൽ പോലീസ് എത്തിയാണ് രക്ഷിച്ചെടുത്തത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സാധാരണ ജീവിതം ചോട്ടുവിനെ വിട്ടുപിരിഞ്ഞിരുന്നു. മർദ്ദനമേൽപ്പിച്ച ശാരീരികവും മാനസികവുമായ ആഘാതത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കൂത്തുപറമ്പിനടുത്തുള്ള സ്നേഹഭവനിൽ എത്തിയത്. വരുമ്പോൾ ശാരീരികമായിട്ട് ക്ഷീണമായിരുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് നമ്മുടെ അടുത്ത് വരുന്ന കുറച്ച് ദിവസം വരെ ഭയങ്കര പേടിയും ഭയമൊക്കെ ആയിരുന്നു. ചോട്ടുവിനെ മർദ്ദിച്ച ആൾക്കൂട്ടത്തിനെന്ത് സംഭവിച്ചു? കണ്ടാലറിയാവുന്ന 16 പേർക്കെതിരെ കണ്ണവം പോലീസ് കേസെടുത്തു. 4 പേരെ പിടികൂടി. അറസ്റ്റിലായവർക്കുമേൽ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി. ബാക്കിയുള്ളവരെല്ലാം മാസങ്ങളായി നിയമത്തിന് വെളിയിൽ സസുഖം കഴിയുന്നു. ഭൂതകാല ഓർമ്മകൾ നഷ്ടപ്പെട്ടെങ്കിലും ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ദുർനിമിഷങ്ങൾ ഇപ്പോഴും ചോട്ടുവിനെ വേട്ടയാടുന്നു. ഓർമ്മകളിലേക്കുള്ള മടങ്ങിവരവാണ് ഈ 30-കാരന് ഇനി ജീവിതം. എങ്കിലേ ജന്മനാട്ടിൽ എത്താനാകൂ, ഉറ്റവരെയും ഉടയവരെയും വീണ്ടും കാണാനാകൂ. ചോട്ടുവിനെ പോലെ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ ഇരകളായ നിരവധി പേർ ഇന്നും കേരളത്തിലുണ്ട്. രാജ്യത്തെവിടെയും സമാധാനത്തോടെ സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയണം. ക്യാമറാമാൻ സജയകുമാറിനൊപ്പം കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.